കൊല്ലം കടക്കലിൽ പീഡനത്തിനിരയായ 9ാം ക്ലാസ്സുകാരി പ്രസവിച്ച വാർത്തയിലേക്കാണ് ഇനി. കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് അമ്മയുടെ ആൺസുഹൃത്താണ്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 വർഷമായി പെൺകുട്ടി പ്രതിയുടെ പീഡനത്തിനിരയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ നടപടി. കണ്ണൂർ സ്വദേശിയായ പ്രതി വാഗമണ്ണിലെ ഒരു ഹോട്ടൽ ജീവനക്കാരനാണ്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, 2 വർഷത്തോളം ഈ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. അതും സ്വന്തം അമ്മയുടെ ആൺസുഹൃത്താണ് ഈ രീതിയിൽ ഈ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത്. അമ്മയുടെ അറിവോടെയായിരുന്നോ ഈ നടപടി? മാത്രമല്ല, ആശുപത്രി അധികൃതരാണ് വിവരം പോലീസിനെ അറിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ അമ്മ മറച്ചു വെച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല, ഇപ്പോൾ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. അമ്മയ്ക്ക് പങ്കുണ്ടെങ്കിൽ അമ്മയ്ക്കെതിരെ നടപടി വേണ്ടേ? തീർച്ചയായും ടോം, ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം തന്നെ പുറത്തറിയുന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, കടക്കൽ സ്വദേശിനിയും കൂടിയാണ്. തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഈ പെൺകുട്ടിയെ അഡ്മിറ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുഞ്ഞിന് ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ജന്മം നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ ആശുപത്രി അധികൃതർ പോലീസിന് വിവരം അറിയിച്ചത്. അങ്ങനെയാണ് ഇത് പുറം ലോകത്തേക്ക് എത്തുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തി. അപ്പോൾ ഈ അമ്മയുടെ കൂടെ ഉണ്ടായ ഒരു ആൺസുഹൃത്ത് ആണ്. ഈ ആൺസുഹൃത്ത് 2 വർഷമായിട്ട് ഇവരോടൊപ്പമാണ് താമസം എന്ന് പറയുന്നുണ്ട്. ആൺസുഹൃത്താണ് ഇതിന് ഉത്തരവാദി എന്ന് പെൺകുട്ടി മൊഴി നൽകി. അപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ഇയാൾ കണ്ണൂർ സ്വദേശിയാണ്. അവിടെ ഈ മറ്റൊരു ഇടുക്കിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ അയാൾ ഷെഫായിട്ടൊക്കെ ജോലി ചെയ്യുകയാണ്. എന്തായാലും ഇവിടെ നിന്നും പോലീസ് അവിടെ പോയി അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. ഇത് സംഭവം ഇങ്ങനെയാണ്. ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ അമ്മ ആദ്യം വിവാഹം കഴിച്ചത് ഭർത്താവ് മരിച്ചു. അതിനുശേഷം വിവാഹം കഴിച്ചതിലാണ് ഈ കുട്ടി ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ആ രണ്ടാമത്തെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഈ കണ്ണൂർ സ്വദേശിയായ ആളുമൊത്താണ് താമസിച്ച് വന്നിരുന്നത്. അപ്പോൾ ഈ അമ്മ, ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ അമ്മ വീട്ടുജോലിക്കായിട്ട് പോകുന്നു. അതാണ് അവരുടെ ജോലി. അപ്പോൾ ആ വീട്ടുജോലിക്കായിട്ട് പോകുമ്പോൾ, ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പോൾ വീട്ടിൽ വരാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യം മുതലെടുത്താണ് ഈ ആൺസുഹൃത്ത് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്നാണ് പോലീസിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ സംരക്ഷണം നൽകേണ്ട ആളാണ് ഈ കുട്ടിയെ ഇങ്ങനെ മൃഗീയമായിട്ട് പീഡിപ്പിച്ച് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. ടോം, യെസ്, അതുതന്നെയാണ് വിനീഷ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ സംരക്ഷണം നൽകേണ്ട ആളുകളുടെ ഭാഗത്തു നിന്നാണ് ഈ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ഇയാളുടെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതാണ്. കാരണം വാഗമണ്ണിൽ ജോലി ചെയ്യുന്ന വ്യക്തി, കണ്ണൂർ സ്വദേശി, ഇയാൾ എങ്ങനെയാണ് ഈ കൊല്ലത്ത് എത്തിയത്? എങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ അമ്മയുമായി ബന്ധപ്പെട്ടത്? ഇയാളുടെ ഇതിനു മുൻപ് ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ? മറ്റേതെങ്കിലും സ്ത്രീകളെ, പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ? അത്തരം പരാതികൾ ഈ പ്രതിക്കെതിരെ ഉണ്ടോ വിനീഷ്? ടോം, നിലവിൽ അത്തരം പരാതികളൊന്നും തന്നെ പോലീസിന് ലഭ്യമായിട്ടില്ല എന്നാണ് അറിയുന്നത്. ഇയാളെ കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡിയിൽ എടുത്ത് വാഗമണ്ണിൽ നിന്നും ജോലിക്കിടയിൽ തന്നെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അങ്ങനെ കടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഇന്നാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നത്. പോലീസ് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ഇയാൾക്കെതിരെ മറ്റ് കേസുകളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷേ ഈ സംഭവം വളരെ ഗൗരവതരമാണ്. ഈ മാതാവ്, അതായത് ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ അമ്മ പൂർണ്ണമായും വിശ്വസിച്ച് ഈ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കും എന്ന് കരുതിയിട്ടുണ്ടാവാം ഒരുപക്ഷെ ഇയാളോടൊപ്പം ജീവിതം ആരംഭിച്ചത്. പക്ഷേ കൈപ്പേറിയ അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവർ ശരിക്കും പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2 ഭർത്താക്കന്മാരും മരണപ്പെട്ടതിന് ശേഷമാണ് ഈ കണ്ണൂർ സ്വദേശിനിയുമായിട്ട് അടുക്കുന്നത്. ജോലിക്കിടയിലുള്ള ഒരു സൗഹൃദമായിരുന്നു തുടർന്നുള്ള ജീവിതത്തിലേക്കൊക്കെ നയിച്ചതെന്നൊക്കെയാണ് നമുക്കറിയുന്നത്. കൂടുതൽ വ്യക്തത വരാറുണ്ട്. എന്തായാലും സ്വന്തം മക്കളെ കരുതും, അല്ലെങ്കിൽ മക്കൾക്കൊരു സംരക്ഷണം എന്ന് മാതാവ് ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവാം. പക്ഷേ എന്തായാലും അവർ
അവർക്ക് കൈപ്പേറിയ ദുരനുഭവം ഉണ്ടാകേണ്ടി വന്നു. സ്വന്തം മകളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകേണ്ടി വന്നു. എന്തായാലും പോലീസ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ടോം ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അമ്മ ഈ കണ്ണൂർ സ്വദേശിനിയായ ഈ സൗഹൃദത്തിലുള്ള ആളെ കുടുംബം ഏൽപ്പിച്ചിട്ടാണ് ഇവർ ഈ ഹോം നേഴ്സായിട്ടൊക്കെ ജോലിക്ക് പോയിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ വീട് വിട്ട് മാറേണ്ട ചില സാഹചര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് അയാൾ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടിയെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, ചെറുപ്രായമാണ്, തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട പ്രായമാണ്. ഈ പ്രായം മുതലെടുത്തുകൊണ്ടാണ് അയാൾ ഇത്തരത്തിലുള്ളൊരു അക്രമം തന്നെ നടത്തിയിരിക്കുന്നത്. ശരിക്കും ആ കുട്ടിയോട് ചെയ്ത വലിയൊരു ദ്രോഹം തന്നെയാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടിയിലേക്ക് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.